നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരായ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. MLA കൂടിയായ മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ബാബുരാജ് തുടങ്ങിയവർക്കെതിരെയാണ് ലൈംഗിക ആരോപണവുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് നടി മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായും പീഡിപ്പിച്ചതായും ലൈംഗിക ചുവയോടെ സംസാരിച്ചതായും മിനു മുനീർ ആരോപിക്കുന്നു. ആരോപണം ഉന്നയിച്ച് നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾ ഇത്തരത്തിലുള്ള അട്രോസിറ്റികൾ നേരിട്ടു എന്നുള്ളത് വ്യക്തമായ തെളിവുമായിട്ടാണ് മിനു മുനീർ നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഏത് കാലഘട്ടത്തിലായിരുന്നു മാമിന് ഇങ്ങനെ ഒരു അട്രോസിറ്റി ഉണ്ടായത്? ഞാൻ 2008-2009 ദേ അങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രൻ അഭിനയിക്കാൻ വന്നത്. അതിനു മുമ്പ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നേരെ സെക്രട്ടേറിയറ്റിലോട്ടാണ് വന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സാരി ഞൊറച്ചിലെങ്കിലും പിടിച്ചിട്ട് പുറകിൽ പെട്ടെന്ന് ഒരാൾ കയറി കെട്ടിപ്പിടിക്കും. നമ്മൾ പേടിച്ച് പുറകോട്ട് നോക്കിയപ്പോഴത്തേക്ക് ജയസൂര്യായിരുന്നു. ജയസൂര്യ പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ലിപ്സ് കിസ് ചെയ്യുകയും അങ്ങനെ പിടിച്ചോണ്ട് ഞാൻ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി, താഴെ ഓടിപ്പോയി. അപ്പം ജഗതി ചേട്ടൻ വാസ് വെരി ഡീസെന്റ് ആൻഡ് വാസ് വെരി ജെന്യൂൻ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ഹിം. ജഗതി ചേട്ടൻ്റെ അടുത്ത്. സോ ഐ തോട്ട് ഐ ക്യാൻ ഷെയർ വിത്ത് ഹിം. ഇതെന്തോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ വന്നപ്പോൾ ഇതാണോ സിനിമ, ഇങ്ങനെയൊക്കെയാണോ സിനിമ അല്ലേ, അങ്ങനെ ഒരു തോന്നലും ഒരു പേടിയും. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ പുറകെ ഓടി വന്നു അജയ് എന്നിട്ട് പറഞ്ഞു, മിനു എനിക്കൊരു കാര്യം ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് അവിടെ മിനു വരുവാണെങ്കിൽ മിനു പല നേട്ടങ്ങളുണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല. ഇത് ആരോപണമാണ്, ആളുകൾ പുറത്തു വരട്ടെ, ഇതൊക്കെ കെട്ടിച്ചമിക്കുന്ന കഥകളാണെന്നാണ് മുകേഷ് നേരത്തെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് വന്നവർക്കെതിരെ പറഞ്ഞത്. മാമിനും അത്തരത്തിലൊരു ആരോപണം പുള്ളിക്കെതിരെ പറയാനുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു വ്യക്തിമാണല്ലോ. ഞാൻ ഒരുപാട് മെന്റൽ ടോർച്ചറും മെന്റൽ അഗ്നിയും ഞാൻ സഫർ ചെയ്തതാണ്. കാരണം സിനിമാ ഫീൽഡിൽ ഞങ്ങളൊക്കെ ഒത്തിരി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നവരാ ഞങ്ങള്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം, ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തെയാണ് അവർ തകർത്ത് കളഞ്ഞത് ഇവര്. അപ്പം അവർക്കിനി അഭിനയിക്കാൻ ഈ ബെഡ് ഷെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ അവരെ അതിന് വിളിക്കണ്ട, ഒന്നിനും വേണ്ട, അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളെ ആക്ഷേപിക്കുകയും പലരുടെ മുമ്പിലിട്ടിട്ട് കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പും തരാൻ തയ്യാറായില്ല, ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ മലയാള ഫിലിം തന്നെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയായത്, ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുകയത്. ഈ അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് മാമിനോട് പറഞ്ഞത് എന്താണ്? അത് ശരി, അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് നോക്കിയോ? നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നീ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അവിടെ അങ്ങ് അടച്ചു വെച്ചോളാം, ആർക്കും കൊടുക്കണ്ട. ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഇലയാനങ്ങല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമില്ല. കാരണം എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും കിട്ടത്തില്ല. ഇനി വന്ന സിനിമകളൊന്നും, കാരണം ഇവരുടെയൊക്കെ ഭാര്യമാരായിട്ടൊക്കെയല്ലോ വിളിക്കുന്നത്. അപ്പം അവർ പറയാം എനിക്ക് മിനുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് 25 വർഷം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇടവേള ബാബു. അപ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ സമീപിച്ചു എന്നൊരു ഇതും കൂടി കേട്ടിട്ടുണ്ട്. അതെ, അദ്ദേഹം ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞത് മിനു പാട്ട് പാടും, ഡാൻസ് ഒക്കെ ചെയ്യും, അങ്ങനെയാണെങ്കിൽ മിനു എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ മിനുവിന് പല നേട്ടങ്ങളുണ്ടാവും, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ ബാച്ചലറാണ്, എന്റെ കൂടെ ഒന്ന് മിനുവിന് സഹകരിക്കാം, എന്റെ കൂടെ ഒപ്പം നിൽക്കുക, അങ്ങനെയൊക്കെ രീതിയിലാണ് പുള്ളി എന്റെ അടുത്ത് ചെയ്ത്. വളരെ മോശമായിട്ട് തന്നെ അവളെ അബ്യൂസ് ആയിരുന്നു പുള്ളിക്കാരന്റെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തന്നെയാണ് സെക്രട്ടറി, ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയിലെ മെമ്പർഷിപ്പ് ഇടാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു, ഫോം തന്ന് ഒപ്പിട്ട് താൻ ഇന്ന് തന്നെ അപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോൾ പുള്ളിയും ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്റെ കൺസെന്റ് ഇല്ലാണ്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട് മാമോട്ടൊരു ക്ലാഷ് ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും നിലനിൽക്കുന്നുണ്ടല്ലോ 10 വർഷം മുൻപ്. ഞാനത് പിൻവലിച്ചായിരുന്നു. അതെന്തായിരുന്നു പരാതി? അത് ഈ മേക്കപ്പ് മാനെ ഞാൻ അറിയത്തുമില്ല, ഒന്നുമില്ല, വെറുതെ വേറെ ഡ്രൈവറിന്റെ കഥയും കേട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പൊ അയാൾക്ക് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് സുരേഷ് ഗോപി സാറിനെ വിളിച്ച് പറഞ്ഞു, അതെങ്ങനെ, ഞാൻ മിനുവാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഓൾറെഡി ആയുധം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ നിങ്ങളുടെ മേക്കപ്പ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. പുള്ളി എന്നെ അങ്ങ് ഷൗട്ട് ചെയ്തു, ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ടേഞ്ചർ തുടങ്ങുന്നത്. ഞാനിങ്ങനെ ധരിച്ചു, കാരണം നമ്മൾ ഒരു സ്ത്രീ എന്തെങ്കിലും ആയിക്കട്ടെ, ആ ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോലും അത്രയും പക്വതയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഉടനെ എന്താണ് മിന്നുവിന്റെ ആവലാതി അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ. നടൻ ബാബുരാജിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ഹലോ, നമസ്കാരം. ഞാന് ഇപ്പോ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് വരാനുള്ള കാരണം എന്ന് വെച്ചാല്, 2008
എന്റെ ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിച്ച കുറെ ദാരുണമായ കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ഒരാളായ എന്ന നിലയ്ക്കാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ കുറെ പെൺകുട്ടികൾക്കൊരു മനസ്സിനൊരു ധൈര്യവും ശക്തിയും ഒക്കെ ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തൽക്കാലം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനിപ്പോ ഒരു ലൈഫ് മാരീഡ് ആയിട്ടിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഞാനിപ്പോ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ അമ്മ മെമ്പേഴ്സില് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന മിസ്റ്റർ ബാബുരാജ്, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ന്യൂസ് ചാനലില് 24 ചാനലില് കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്കിന്ന് വരണമെന്ന് തോന്നിയത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ നടൻ മിസ്റ്റർ ബാബുരാജ്, ഈ വ്യക്തി നമ്മൾ എന്താ പറയാ പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അയാളുടെ ആ ഒരു അപ്രോച്ചില് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിലെ തന്നെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു കുട്ടിയാണ് ഞാന്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാലത്ത് അഭിനയത്തില് നാടകങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ ബെസ്റ്റ് ആക്ട്രസിന്റെ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ സിനിമാ മേഖല വളരെ നല്ല ഒരു ഫീൽഡാണ്. നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ലൈഫ് എന്തായാലും ബെറ്റർ ആവും, നല്ലൊരു ലൈഫ് കിട്ടും എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സിനിമാ ഫീൽഡിലേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തത്. ഫസ്റ്റില് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാല്, ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ, നമ്മൾക്കറിയാം മലയാള സിനിമയിലെ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ച ഒരാളാണ് ബാബുരാജ്. അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം, നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക, അവിടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള്, ബെറ്റർ റോള് തരാം, എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല. ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരെ എറണാകുളത്ത് നിന്ന് എന്റെ വീട്. അപ്പം ഞാനവിടെ എത്തുമ്പോ ഒരു ഉച്ച സമയമായി. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ അവർ വരാൻ കുറച്ച് വൈകും, എല്ലാവരും കുറച്ച് തിരക്കിലാണ്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് താഴെ പുള്ളിയുടെ 2 നില വീടാണ് ആലുവയിലുള്ള വീട്. അവിടെ താഴെ ഒരു റൂം എനിക്ക് തന്നു, ഇവിടെ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ച സമയത്ത് ഇയാള് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. താന് അത് പറയാൻ എനിക്ക് പറ്റൂല, അങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മളതിന് ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവര് വിചാരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ ബാബുരാജിനെതിരെയും ഉയർന്നിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റാണ് ആരോപണവുമായി ലൈംഗികമായി പീഡിപ്പിച്ചു, ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഈ ആരോപണം ബാബുരാജും മണിയൻ പിള്ള രാജുവും നിഷേധിച്ചു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിന്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷെ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യം. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലോ ഉമ്മൻചാണ്ടി സാർ. ഇത്രയും ജനആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു, അതുപോലെയല്ലോ അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 2 സൈഡിൽ നിന്നാണ് കാര്യം. ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം. കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, നടി മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഏറെ ഗുരുതരമാണ്. മുകേഷിനെതിരെയുണ്ട്, മറ്റു പല പ്രമുഖർക്കെതിരെയും, ജയസൂര്യ ഉൾപ്പെടെയുള്ള പല
പ്രമുഖർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖരുടെയും പേരുകളുണ്ട്. പക്ഷേ അതിന് ഉള്ളടക്കമൊന്നും നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ മിനു മുനീർ പറഞ്ഞ കാര്യങ്ങൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ? ഹേമ കമ്മിറ്റി ഈ മിനുവിന്റെ മൊഴിയെടുത്തിരുന്നോ? എന്തായിരിക്കും ഈ മിനു മുനീറിന്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ നിലവിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? മിനു മുനീർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതിപ്പെടും. ഇതുമായി മുന്നോട്ടുള്ള നിയമയുദ്ധത്തിന് അവർ തയ്യാറാണ്. അങ്ങനെ തന്നെയാണ് അവർ ഇത്തരം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എഡിറ്റഡ് വേർഷൻ പോലും പുറത്തു വരുമ്പോൾ തന്നെ അതിനിടയിൽ ഉണ്ടായ കോലാഹലം എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആശങ്കയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ അത് ഭയപ്പെട്ടതും. അതല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഹർജി നൽകുന്നു. മാക്സിമം അത് വൈകിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും ഇപ്പോൾ ഓരോരുത്തരും ദിനം പ്രതി നടത്തി വരുന്ന വെളിപ്പെടുത്തലുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ അങ്ങേയറ്റം ഈ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള ആരോപണമാണ് സിനിമാ രംഗത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളും മുതിർന്ന ആളുകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഈ മിനു മുനീർ എന്ന് പറയുന്ന ഈ മുൻ അഭിനേത്രി ഇത്രയും കാര്യങ്ങൾ, അതായത് നടൻ മുകേഷിനെതിരെ, ഇടവേള ബാബുവിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, നടൻ ജയസൂര്യക്കെതിരെ, അതുപോലെ പ്രൊഡക്ഷൻ ബോയ്സിനെതിരെ, പ്രൊഡക്ഷൻ കൺട്രോൾക്കെതിരെ, അതുപോലെ ഒരു അഡ്വക്കേറ്റ് തന്നെ ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ കൊണ്ടുപോയ സാഹചര്യം, ഇത്രയധികം ആളുകളോട് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത ശേഷം സിനിമ വിടുക, അതായത് മലയാള സിനിമയിൽ അമ്മയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണമെന്ന് എല്ലാവരും, ഈ മുകേഷ് ആകട്ടെ, ഇടവേള ബാബു ആകട്ടെ, മണിയമ്പിള്ള രാജു ആകട്ടെ, ഇവരൊക്കെ ഈ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ, ഇങ്ങനെ ഒരു താല്പര്യം വെക്കുമ്പോൾ, ഇവർ അതിനോട് ഫൈറ്റ് ചെയ്ത് നിന്നതിന്റെ ഫലമായിട്ട് ഇവരെ പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. തനിക്ക് അത് അവർ പറയുന്നുണ്ട്, അങ്ങേയറ്റം പാഷനേറ്റ് ആയിട്ടാണ് ഈ ആളുകൾ സിനിമയിലേക്ക് വരുന്നത്. ആ ജോലി ചെയ്ത് ജീവിക്കാൻ ഈ സ്ത്രീകളെ സമ്മതിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ചിലർ കഴിഞ്ഞ ദിവസം വന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചു വന്ന രേവതി സമ്പത്ത് അവർ റേപ്പ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയും പറയുന്നത് അവർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നത് ഈ മിനു മുനീർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ അവർ വിദേശത്തായിരുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴവർ പരാതിപ്പെടാൻ തയ്യാറുമാണ്. മറ്റൊരു കാര്യം കൂടി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയുള്ള റിലേഷൻഷിപ്പുകളല്ല. ഒരു സ്ത്രീയെ അവരുടെ ജോലി ചെയ്യാനുള്ള സാഹചര്യത്തെ അങ്ങേയറ്റം ഏതൊക്കെ തരത്തിൽ അവരെ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഉപദ്രവിക്കുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഏത് സമയത്തും റേപ്പ് ചെയ്യപ്പെടാവുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജോലി സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അവരുടെ റൂമിന് മുന്നിൽ നിരന്തരം കതക് തട്ടി വിളിക്കുന്ന സാഹചര്യം, ഇത്തരമൊക്കെ സാഹചര്യങ്ങൾ അതിജീവിച്ചാണ് ഈ സ്ത്രീകളൊക്കെ ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കേട്ടോ, വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരു ശക്തമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പരാതി നൽകിയില്ലെങ്കിലും ഈ സംഭവങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന് ഒരു പോലീസിന്റെ തീരുമാനം, അന്വേഷിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ മിനു മുനീർ, അതോടൊപ്പം മറ്റ് പല നടിമാരും, രേവതി സമ്പത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുമാർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. കൂടുതൽ താരങ്ങൾ, വനിതാ താരങ്ങൾ ഒരു പ്രത്യക്ഷത്തില് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ സിനിമയിലെ ഒരു വലിയൊരു ലോബി തന്നെ സിനിമയിലുണ്ട്. അതായത് പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്താം. അത് ഭയന്ന് ഇതുവരെയും പുറത്തുപോലും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പങ്കുവെക്കാത്ത പലരുമുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ദിനം പ്രതിയുള്ള ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആരോപണ വിധേയരായുള്ള ആളുകൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ
ഇത് ഇത്തരമൊരു കാര്യമാണ്. ഇത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് തുറന്നു പറയാൻ സ്ത്രീകൾ മുന്നോട്ട് വരില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതേസമയം ഈ വേട്ടക്കാരൻ ഇപ്പോഴും പല തലപ്പത്തും അല്ലെ ഈ സിനിമ അടക്കി വാഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് അത് പൊളിക്കണം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ സ്ത്രീ പ്രവർത്തകർ, വനിതാ സിനിമാ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് നേരിട്ടുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ നേരെ ഉണ്ടായിട്ടുള്ള